Okay, then we are going to start our class. Are you ready? Okay, before that, type present in your chat box. Mark your attendance. Attendance mark ചെയ്തേണ്ട മക്കളെ. അമ്മേനോട് പറഞ്ഞിട്ട് attendance mark ചെയ്തേ. Okay. Are you ready to hear a story? Are you ready? Do you want to hear a story? കേൾക്കണോ നിങ്ങൾക്ക് സ്റ്റോറി? വേണോ? ഉറക്കം വരുന്നുണ്ട് എന്റെ മക്കൾക്ക്? Do you want to sleep or do you want to hear a story? ഉറങ്ങണോ അതോ കഥ കേൾക്കണോ? എന്താ വേണ്ടത്? ഉറങ്ങിയാ മതിയാ? എന്നാ ഉറങ്ങിക്കോ എല്ലാവരും. 23:09. 1 minute. Okay. ഓക്കെ, അപ്പൊ മിസ് സ്റ്റോറി പറയാൻ പോവാണേ. ഇന്ന് ആരുടെ സ്റ്റോറിയാ പറയുന്നതെന്ന് അറിയാമോ? ഒരു വുഡ് കട്ടറിന്റെ സ്റ്റോറിയാ പറയാൻ പോകുന്നത്. ഹു ഈസ് വുഡ് കട്ടർ? ഡു യു നോ ഹു ഈസ് വുഡ് കട്ടർ? ആരാടോ വുഡ് കട്ടർ? മരം മുറിക്കുന്ന ആളെ നിങ്ങൾക്ക് അറിയാമോ? മരം വെട്ടുകാരനെ അറിയാമോ? കേട്ടിട്ടുണ്ടോ? യെസ്, മരം വെട്ടുകാരനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? വുഡ് കട്ടർ. ഓക്കെ, വുഡ് കട്ടർ പറഞ്ഞു നോക്കിയേ. വുഡ് കട്ടർ. ഓക്കെ. So I am going to tell a story of a woodcutter. He is an honest man. He is always speaking truth. And the truth? എന്താടോ ട്രൂത്ത്? സത്യമാണല്ലേ? എന്റെ മക്കളെല്ലാവരും സത്യം പറയുന്നവരാണോ? ആണോ? നുണ പറയുന്നവരുണ്ടോ? കുറച്ച് ആൾക്കാരെങ്കിലും. എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടോടോ? അറിയാതെ എപ്പോഴെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഇനി പറയില്ല നുണ, അല്ലേ? യെസ്. അപ്പൊ നമുക്ക് വുഡ് കട്ടറിന്റെ സ്റ്റോറി കേൾക്കാം. ഓക്കെ. One day a woodcutter was cutting trees on the banks of a river. Okay. One day, ഒരു ദിവസം a woodcutter was cutting woods on the banks of a river. ഒരു ദിവസം നമ്മുടെ woodcutter പുഴയുടെ തീരത്ത് നിന്നും എന്താ മരം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാ മരം മുറിക്കുക? വിത്ത് ഹിസ് ആക്സ് അല്ലേ? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ആക്സ് കൊണ്ടാണ്, കയ്യിലുള്ള ആക്സ് കൊണ്ടാണ് മരം വെട്ടുകാരൻ മരം മുറിക്കുന്നത്. ആയിഷ മാന, what are you doing there? എന്താ ആക്സ്? കോടാലിയാണല്ലേ? നിങ്ങൾ കോടാലി കണ്ടിട്ടുണ്ടോ? ആക്സ് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? പറയടോ. ഓക്കെ, പോട്ടെ. So one day a woodcutter was cutting trees. What happened? നമ്മൾ പറഞ്ഞ പുഴയുടെ തീരത്ത് നിന്നാണ് മരം മുറിക്കുന്നത് അല്ലേ? Suddenly, പെട്ടെന്ന് his axe fell into the water. അദ്ദേഹത്തിന്റെ ആക്സ് ആ പുഴയിലേക്ക് വീണു, പുഴ വെള്ളത്തിലേക്ക്. എന്നിട്ടോ അന്നമ്മ മിസ്
എന്നിട്ടോ മരം വെട്ടുകാരന് സങ്കടായി അല്ലേ? He became very sad. What happened? What would he do? എന്താ അദ്ദേഹം ചെയ്യുക? പാവല്ലേ മരം വെട്ടുകാരൻ? Yes, he prayed to the river god. അദ്ദേഹം റിവർ ഗോഡിനെ പ്രാർത്ഥിച്ചു അല്ലേ? കുറെ സമയം സങ്കടപ്പെട്ടിരുന്നു. എന്നിട്ടോ he prayed to the river god. ഇല്ലേ? റിവർ ഗോഡിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? Oh God, please give back the axe. എനിക്ക് ആ കോടാലി ഒന്ന് തിരിച്ചു തരുമോ എന്ന് ചോദിച്ചു. Suddenly the river god appeared in front of that woodcutter. പെട്ടെന്ന് തന്നെ ആ റിവർ ഗോഡ് ഇല്ലേ, നിങ്ങൾ ഗോഡിനെ കണ്ടിട്ടുണ്ടോടോ? നിങ്ങൾ ഗോഡിനെ കണ്ടിട്ടുണ്ടോ? ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഒരു ദൈവത്തിനെ കണ്ടിട്ടുള്ളൂ. അതാരാ? അമ്മയാണല്ലേ? അമ്മയല്ലേ നമ്മുടെ ദൈവം അല്ലേ? അമ്മയാണ് നമ്മുടെ ദൈവം അല്ലേ? അതെ. നമ്മൾ ആപത്തിൽ സഹായിക്കുന്നവരൊക്കെ നമ്മുടെ ദൈവങ്ങളാണ് അല്ലേ? ആണോടോ? നമ്മളെ ആപത്തിൽ സഹായിക്കുന്ന എല്ലാവരും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരും ദൈവങ്ങളാണ് നമുക്ക്. ഓക്കെ. അങ്ങനെ പെട്ടെന്ന് ഈ റിവർ ഗോഡ് ഈ വുഡ് കട്ടറിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ത് ചോദിച്ചു? ഓ ഗുഡ് മാൻ, വാട്ട് ഹാപ്പൻ? വൈ ആർ യു സാഡ്? യു ആർ ലുക്കിംഗ് വെരി സാഡ്. വാട്ട് ഹാപ്പൻ ടു യു? അല്ലേ? എന്താ സംഭവിച്ചത്? നിന്നെ കാണുമ്പോ സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. നിനക്ക് എന്താ സംഭവിച്ചത്? Then the woodcutter replied, "Oh my God, my axe fell into the river. I need that axe." അല്ലേ? എന്റെ ആക്സ് ആ റിവറിലേക്ക് പോയി വീണു അല്ലേ? റിവറിൽ വീണു പോയി. എനിക്ക് ആ ആക്സ് വേണം. കാരണം എന്താ? ആക്സ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? He said that if I didn't get the axe, I will starve to death. Means what? എനിക്ക് ആ ആക്സ് കിട്ടിയില്ലേ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന പറഞ്ഞത്. ആക്സ് കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയാടോ മരിച്ചു പോകുന്നത്? എങ്ങനെയാ? അത് അദ്ദേഹത്തിന്റെ ജോലിയാണല്ലേ, തൊഴിലാണ്. അദ്ദേഹത്തിന് മരം മുറിക്കാനേ അറിയുള്ളൂ. അപ്പൊ മരം മുറിക്കാൻ ആ കോടാലി കിട്ടിയിട്ടില്ലേ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? അവർക്ക് പൈസ ഉണ്ടോ? ഇല്ല അല്ലേ? യെസ്. പിന്നെ എന്നിട്ടോ after hearing that, our river god went to the river and he took an golden axe. എന്താ ചെയ്തത്? ആ റിവർ ഗോഡ് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയിട്ട് ഒരു ഗോൾഡ്, സ്വർണത്തിന്റെ കോടാലി എടുത്തിട്ട് വന്നു. he took a golden axe. എന്നിട്ട് ചോദിച്ചു, is it your axe? ഇതാണോ നിങ്ങളുടെ ആക്സ്? ആണോ? The woodcutter replied that no, it's not mine. ഇത് എന്റേതല്ല അല്ലേ? It's not mine. ഇതല്ല എന്റെ ആക്സ് എന്ന് പറഞ്ഞു. Okay. After that, the river god again went to the river and he took a silver axe. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഗോഡ് എന്ത് ചെയ്തു? He took a silver axe. ഒരു സിൽവർ ആക്സ് എടുത്തിട്ട് വന്നു അല്ലേ? എന്നിട്ട് ചോദിച്ചു, am I good man? Is it your axe? Is the silver axe is yours? അല്ലേ? ഈ സിൽവർ ആക്സ് ആണോ നിങ്ങളുടേത്? Then the man said that no, it's not mine. അല്ലേ? ഗോൾഡൻ ആക്സ് കാണിച്ചു കൊടുത്തു, സിൽവർ ആക്സ് കാണിച്ചു കൊടുത്തു. ഇത് രണ്ടും എന്റേതല്ല അല്ലേ? Then the river god again went to the river and he took another axe that the man lost. അല്ലേ? അദ്ദേഹത്തിന് നഷ്ടമായ ആ കോടാലി തന്നെ എടുത്തിട്ട് വന്ന് ചോദിച്ചു, is it yours? ഇതാണോ നിങ്ങളുടേത്? Then the man replied that yes, it's mine. ഇത് എന്റേതാണല്ലേ? The woodcutter became very happy by seeing his axe. Okay. Yes. After that, our river god understood the honesty of the woodcutter. So as a reward, he gave both the golden axe and silver axe to the woodcutter. എന്താ ഇപ്പൊ മിസ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ വുഡ് കട്ടറിനെ കുറിച്ച് തോന്നുന്നത്? ഓക്കെ. ഏറ്റവും വിലയുള്ളത് ഏതാടോ? ഗോൾഡിനാണ് അല്ലേ? ഏറ്റവും വില ഏതിനാണ്? ഗോൾഡിനാണ്, സ്വർണത്തിനാണ്. ഗോൾഡ് പറഞ്ഞാൽ എന്താണ്? സ്വർണമാണ്. സ്വർണത്തിനാണ് ഏറ്റവും കൂടുതൽ വില അല്ലേ? അത് കഴിഞ്ഞാലോ സിൽവറിനാണ്. അതെ. അപ്പൊ ആദ്യം നമ്മുടെ റിവർ ഗോഡ്
സ്വർണത്തിന്റെ ആക്സ് കാണിച്ചു, സിൽവറിന്റെ ആക്സ് കാണിച്ചു. എന്നിട്ട് നമ്മുടെ വുഡ് കട്ടർ പറഞ്ഞു ഇതെന്റേതല്ല അല്ലേ? ബാക്കിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? സ്വർണത്തിന്റെ ആക്സ് കാണുമ്പോ ഇത് എന്റേതാന്ന് പറയൂ അല്ലേ? പക്ഷെ നമ്മുടെ വുഡ് കട്ടർ പറഞ്ഞു അല്ല, ഇത് എന്റേതല്ല. സത്യസന്ധതയോടെ പറഞ്ഞു അല്ലേ? വുഡ് കട്ടർ സത്യം പറഞ്ഞു, സത്യസന്ധനാണല്ലേ? അപ്പൊ ആ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് നമ്മുടെ റിവർ ഗോഡ് എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് ആ ഗോൾഡൻ ആക്സും സിൽവർ ആക്സും കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റോറി. അതാണ് സ്റ്റോറി. എന്താ എന്റെ മക്കൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? നമ്മൾ നുണ പറയണമെന്നാണോ ഇതിൽ മനസ്സിലായത്? നമ്മൾ എപ്പോഴും നുണ പറയണമെന്നാണോ? നുണ പറയണമെന്നാണെന്ന് പറഞ്ഞവര് ഒന്ന് കൈ കാണിച്ചേ മിസ്സിന്. നമ്മൾ എപ്പോഴും നുണ പറയണമെന്നാണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ. അൻപിത അമ്മയുടെ യുദ്ധാണ്. മെഹഫൂസ് അലി ആൻഡ് ലുബാബ എന്താണ്? അല്ല, നമ്മൾ നുണ പറയരുതല്ലേ? ആ വുഡ് കട്ടർ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ആരെങ്കിലും വിശ്വസിക്കോ കള്ളന്മാരെ? നുണ പറയുന്ന മക്കളെ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇല്ല. നോബഡി ബിലീവ്സ് ഇൻ എ ലയർ അല്ലേ? നുണ പറയുന്ന കള്ളന്മാരെ ആരും വിശ്വസിക്കില്ല. നമ്മൾ ഇപ്പോ ചെറിയ ചെറിയ നുണയ്ക്ക് പറഞ്ഞാണ് വലുതാവുമ്പോ കള്ളന്മാരാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെറുപ്പം മുതലേ സത്യം പറഞ്ഞു വളരണം. എല്ലാവരും ചെറിയ മക്കളല്ലേ? അല്ലേ? UKG പഠിക്കുന്ന കുഞ്ഞു മക്കളല്ലേ നിങ്ങൾ എല്ലാവരും? അപ്പൊ എന്ത് ചെയ്യണം? സത്യം മാത്രം പറയണം അല്ലേ? ചിലപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തല്ലും അല്ലെ? ആരാ ഈ കുർത്തക്കെട്ട് കാണിച്ചത്, ആരാ ഇത് പൊട്ടിച്ചതെന്ന് വെച്ച് നമ്മൾ പറയും അല്ല, ഞാനല്ല ഇത് ചെയ്തത്. നമ്മൾ അടി പേടിച്ചിട്ടായിരിക്കും ചിലപ്പം പറയാ ഇത് നമ്മളല്ല ചെയ്തതെന്നല്ലേ? ഒരടി കിട്ടിയാലും സാരില്ല അല്ലേ? നമ്മൾ ചെയ്തിട്ടല്ലേ? നമ്മൾ കുർത്തക്കെട്ട് കളിച്ചിട്ടല്ലേ? എന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അങ്ങനെയല്ലേ വേണ്ടത്? നുണയാണോ പറയേണ്ടത് രക്ഷപ്പെടാൻ? അല്ല അല്ലേ? ഓക്കെ, നമ്മളെല്ലാവരും നല്ല മക്കളാണ്. എന്റെ നിഡാഷ ഓയ്, what are you doing there? ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും സത്യം മാത്രം പറയില്ലേ? all stand up, all stand up, all stand up. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും സ്റ്റാൻഡ് അപ്പ് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കണം എന്നല്ലേ വൈഗ കുട്ടി? വൈഗ സ്റ്റാൻഡ് അപ്പ്. ഏബൽ സിൻഡോ, മെഹഫൂസ് അലി, ലുബാബ സ്റ്റാൻഡ് അപ്പ്. ലുബാബ ഓയ്, എന്തേ എണീറ്റ്? സ്റ്റാൻഡ് അപ്പ് ഗേൾ. ഇന്ന് മുതൽ സത്യം മാത്രം പറയുന്ന ഉറപ്പുള്ള കുട്ടികൾ ഇരുന്നേ. ഇന്ന് മുതൽ ഞാൻ സത്യം മാത്രമേ പറയൂ. അമ്മേനോടും ടീച്ചേഴ്സിനോടും മുതിർന്നവരോടും സത്യം മാത്രമേ പറയൂ എന്ന് പറഞ്ഞവരെല്ലാം ഇരുന്നോ? അഭിനവ് ഇരിക്കുന്നില്ല? ഇരുന്നോ? ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല മക്കളാണല്ലേ? ഓക്കെ, അപ്പൊ എന്താ ഈ സ്റ്റോറി മനസ്സിലായത്? we have to speak truth only. നമ്മൾ സത്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഓക്കെ, then കാരണം എന്താ? nobody believes in a liar. എന്നോട് പറയുന്നവരെ ആരും വിശ്വസിക്കില്ല. ആർക്കും ഇഷ്ടമല്ല. ടീച്ചേഴ്സിനോ ഇഷ്ടമല്ല, അമ്മമാർക്കോ ഇഷ്ടമല്ല. പിന്നെന്തിനാ നുണ പറയുന്നത്? സത്യം പറയുന്ന കുട്ടികളെയാണ് ഇഷ്ടം. ചിലപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടാൻ പോകുന്ന വഴക്കൊക്കെ വേണമെങ്കിൽ കിട്ടാതെ ആയി പോകും അല്ലേ? അങ്ങനെയല്ലേ? സത്യം പറഞ്ഞത് കൊണ്ടല്ലേ ആ റിവർ ഗോഡ് അദ്ദേഹത്തിന് ഗോൾഡൻ ആക്സും സിൽവർ ആക്സും സമ്മാനമായി കൊടുത്തത്. അപ്പൊ സത്യം മാത്രം പറയുന്ന കുട്ടികൾക്ക് ദൈവം ഒരുപാട് സമ്മാനങ്ങൾ അവിടെ കാത്തു വെച്ചിട്ടുണ്ടാകും അല്ലേ? ടീച്ചേഴ്സ് സമ്മാനം തരും, പാരന്റ്സ് സമ്മാനം തരും നിങ്ങൾക്ക് സത്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാല്. അവരവരുടെ മക്കള് സത്യം പറയുന്ന മക്കളായിരിക്കണം എന്നല്ലേ എല്ലാവരും എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുക അല്ലേ? ആണോ? മെഹഫൂസ് അലി, മെഹഫൂസ് അലി കഴിഞ്ഞോ എക്സ്പ്രഷൻ? ഓക്കെ, ദെൻ എന്താ മനസ്സിലായത്? ഞാൻ ഇപ്പൊ പറഞ്ഞ സ്റ്റോറി എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ഹു വിൽ സേ? ആരാ പറയാ? ഇഷാനി പറഞ്ഞോ. എപ്പോഴും സത്യം മാത്രമേ പറയാവൂ അല്ലേ? അതെ. പിന്നെ കാരണം എന്താ? എന്തുകൊണ്ടാണ് അൻവിത സത്യം മാത്രം പറയണമെന്ന് പറയുന്നത്?
കള്ളം പറഞ്ഞൂടാ, മോശം പറഞ്ഞൂടാ. കള്ളവും പറഞ്ഞൂടാ, മോശവും പറഞ്ഞൂടാ അല്ലേ? സ്റ്റോറി പറഞ്ഞോട്ടെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഈസ് യുവർ ടേൺ. ആരാ സ്റ്റോറി പറയാ? ഹു ഈസ് റെഡി ഹിയർ? അൻവിത, ദെൻ റിയാൻ, ഇഷാനി, ഇവരൊക്കെ എല്ലാ ദിവസവും പറയുന്നുണ്ട് സ്റ്റോറി. എയ്ഡൻ ജെ മാത്യു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ മെഹറിൻ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, റഫാൻ ഒരു സ്റ്റോറി പറഞ്ഞു തന്നെ മിസ്സിന്. അൻവിത മിസ് വിളിക്കുക, എല്ലാവരും വിളിക്കാമേ. റഫാൻ, can you tell a story? അയ്യോ നാണക്കേട്, ഇതാ ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്ന സ്റ്റോറി പറയാൻ. റഫാൻ പറഞ്ഞേ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്റ്റോറി പഠിച്ചിട്ട് വരുമോ? ഓക്കെ. ഹെയിൽജ ഫെലിക്സ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ ജാബിർ പറഞ്ഞിട്ടുണ്ട്, ലുബാബ പറഞ്ഞിട്ടില്ല. ലുബാബ ഒരു സ്റ്റോറി പറഞ്ഞേ. ഏബൽ സെന്റോർ മുഹമ്മദ് സലീം. ഓക്കെ. പണ്ട് ഒരു കാക്ക മരക്കൊമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കാക്കക്ക് ഭയങ്കര ദാഹമായിരുന്നു. അപ്പൊ എല്ലാ വീടും പോയി. അപ്പൊ ലാസ്റ്റത്തെ വീടിന് ഒരു കുളം ഉണ്ടായിരുന്നു, കുടം. അപ്പം ആടെ പോയി നോക്കുമ്പോ അതില് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാക്കേന്റെ കുടിക്കാൻ ശ്രമിക്കുമ്പോ ആ കാക്കേന്റെ കൊത്തെത്തുന്നില്ല. അപ്പൊ ആടെ കുറച്ച് കല്ലുണ്ടായിരുന്നു. ആ കല്ല് അതിലേക്ക് ഇട്ടു. അപ്പൊ വെള്ളം പൊങ്ങി പൊങ്ങി വന്നു. അപ്പൊ ബാക്കിയില്ല കൊറേ പക്ഷികൾക്ക് കാക്ക വെള്ളം കൊടുത്തു. അങ്ങനെയാണോ സ്റ്റോറി? ഓക്കെ, എന്ത് മനസ്സിലായി? കാക്കയും വെള്ളം കുടിച്ചു. അതെ മോനെ, ബുദ്ധി വേണം. ഇതാണോ OTP? ഓക്കെ, ബുദ്ധി ഉണ്ടെങ്കിൽ എന്തും നേടാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറി പറയാത്തവർ ആദ്യം സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. റിയാൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യുത് പറഞ്ഞിട്ടുണ്ട്, ഷഹല് പറഞ്ഞിട്ടുണ്ടോ? ഷഹല് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ മിസ്സിന്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഉമർ പറഞ്ഞിട്ടുണ്ട്, നിതാഷ പറഞ്ഞിട്ടുണ്ട്, ആയിഷ മാന പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. ഓക്കെ, ഓക്കെ, ഇവിടെ കൈയെല്ലാം പൊക്കി സ്ലോട്ട്. ഓക്കെ, ആയിഷന്റെ സ്റ്റോറിയിൽ തുടങ്ങാം അല്ലേ? അൻവിത ഇപ്പൊ എന്നോട് ചോദിക്കും. ഒരേ പണ്ട് കാട്ടിലെ ഒരേ ആമയും മുയലും ഉണ്ടായിരുന്നു. എന്നിട്ട് മുയല് പറഞ്ഞു, നമുക്ക് അങ്ങനെ ഒരു റേസ് തുടങ്ങിയാലോന്ന്. അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഓടി ഒരു മരം കണ്ടു. എന്നിട്ടോ മുയല് ഒരു മരം കണ്ടു. എന്നിട്ട് മുയല് ആ മരം കണ്ടിട്ട് ഉറങ്ങി. മിണ്ടാണ്ടിരിക്കുന്നില്ല അല്ലേ? അല്ല മോളെ, ഉമ്മയും ഉപ്പയും വർത്താനം പറയുന്നുണ്ട് ആടെ. കണ്ടിട്ട് മുയല്
ആമ ജയിക്കൂലെന്ന് വിചാരിച്ചിട്ട് മുയല് വിചാരിച്ച ആമ ജയിക്കൂലെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് മുയല് ഞാനെന്നെ ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മരച്ചോട്ട് ഉറങ്ങിയിട്ട് അങ്ങനെ ആമ ജയിച്ച്. എന്നിട്ടോ ആമക്ക് പ്രൈസ് കിട്ടി. എന്താ ഇതിന്റെ സ്റ്റോറിയുടെ മോറൽ എന്താ? What is the moral of the story? അഹങ്കാരം കാര്യമല്ല. എല്ലാ ഏട്ടൻ പറഞ്ഞിരുന്നുണ്ടല്ലേ? നല്ല ഏട്ടനാന്നല്ലേ? ഓക്കെ. ഐഷാമാനെ ഇനി ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഉമ്മേനെയും ഉപ്പേനെയും ഏട്ടനെല്ലാം മാറ്റിയിരുത്തണം കേട്ടാ. അവരൊന്നും കുഞ്ഞിനെ പറയാൻ വിടുന്നില്ല അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അൻവിത. Once a crow become very thirsty. ആര് become? By thirsting water. Crow become. Okay. What? Did not get. Then the crow saw a pot with little water. Then the crow get an idea. So he took some story. Stones. And put in to eat water. Level become happy crow. Drink water. And the away. Okay, very good. Okay. Thirsty crow. Then who is next? ആര് ഇംഗ്ലീഷിലെ സ്റ്റോറി പറഞ്ഞിട്ട് നമ്മളെല്ലാം ഞെട്ടിക്കുന്നത്? ആരാത് ഇംഗ്ലീഷിലെ സ്റ്റോറി പഠിച്ചിട്ട് വന്നത്? ഇഷാനി. A crow was very thirsty. He was very looking for water. At last, he saw a pot, very little water. A crow pick up stone and rope pot. One by one. Water come up. Floating and fly away. You our comment. കേട്ടില്ല? So once more. You are comment. Use our common sense. Okay, use our common sense. അൻവിതയും ഇഷാനിയും ഒരേ സ്റ്റോറിയാണ് പറഞ്ഞത്. അവരൊരു ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് അവർ രണ്ടാളും ഒരേ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. Okay, then who will tell a story in English?
Who will tell a story in English? Riyan, can you? Riyan പറയമോ? No. Then where is Nidasha? Nidasha കൈവക്കിയിട്ടുണ്ടായിരുന്നല്ലോ. Nidasha, are you ready? Can you tell a story in English? Yes, okay. Once upon a time, there's the ant in water. Suddenly lost its balance, fell into the water. Help! 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 Cried the ant. Cried the ant. A A dove dove Mm. sitting on the Mm. leaf Mm. tree. She quickly Quickly. dove packed up the leaf Mm. and Mm. dropped it in the water. Mm. And the ant climbed climbed and on the leaf. climbed on the leaf. He thanked the dove. He thanked the dove. Ivana, What? Ivana Biju. saving his life. Okay. Continue, Nidasha. The needy. Attarayillo. Okay, have you finished? Yes. Okay, then what is the moral of the story? Awareness the needy. Help. Help the needy. Okay, very good. നല്ല മോളാന്നേ. നിരാശ പഠിച്ചിട്ട് വന്നിട്ടുണ്ടല്ലേ? കുറച്ച് അമ്മ സഹായിച്ചിട്ടുള്ളൂ അല്ലെ ഇന്ന്? Okay. Okay, very good. Then okay, then we have remaining only 4 minutes. 4 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഇനി ആരോ സ്റ്റോറി പറയുന്നത്? ഒരാൾക്കും കൂടി സ്റ്റോറി പറയാം. സ്പീഡിൽ കഴിയുന്ന സ്റ്റോറി ആണെങ്കിൽ ഒരാൾക്ക് പറയാം. ഇംഗ്ലീഷിലായിരിക്കണം സ്റ്റോറി. You should tell the story in English. Riyan, okay. ഉമറിനെ മിസ് കണ്ടിട്ടുണ്ടേ. Two silly goats trying to cross a river. They both in the middle of the bridge. The bridge. The bridge was very narrow, so They could not pass each other. now each of them Now each of them wanted to be the first first to cross. to cross. So So they begin they begin to fight. to fight. The silly gods Two silly gods kept on fighting. kept on fighting. Still Till till they both falling falling to to the river the river. and went down Went down and went down. and went down. Moral Foolishness is is always punished. always punished. ഓക്കെ, വെരി ഗുഡ്. അമ്മേന്റെ ഹെൽപ്പ് ഉണ്ട്, നിങ്ങൾ സൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ദെൻ 2 മിനിറ്റ്സിൽ കഴിയും ഉമറിന്റെ സ്റ്റോറി. ഉമറെ നന്നായിട്ടുണ്ട് കേട്ടാ. റിയാൻ, ഉമറിന്റെ സ്റ്റോറി. ഓക്കെ,
And the ant was drinking water from the river. Suddenly, in the ant fell into the water. Help! Help! Cried the ant. In the dog saw the ant. If the dog dropped a leaf in the water, to the water, and it climbed on the leaf. He thanked the dog. After 2 days, the ant saw Hunter climbed at the door. In the ant Okay, that's enough. Okay, then what is the moral of the story? Okay. A friend in need is a friend indeed. Okay. നമ്മളെ ആപത്തിൽ സഹായിക്കുന്നവനാണല്ലേ യഥാർത്ഥ ഫ്രണ്ട്. Yes. Okay, then we have remaining only less than 1 minute. Then let me wind up. Okay. എല്ലാവരും പ്രസന്റ് മാർക്ക് ചെയ്തതല്ലേ? ആണോ? Okay, then bye.